നമസ്കാരം. IFPHന്റെ 2101 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗനപ്രാർത്ഥന. നന്ദി. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പുരാതനമായ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജായ പലരുടെയും മാതൃസ്ഥാപനമായ ആതുരാശ്രമം NSS കോളേജിലെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് വിരമിച്ച ഡോക്ടർ ബിന്ദുകുമാരിക്ക് ആശംസകൾ നേർന്നുള്ള പ്രത്യേക പരിപാടിയാണ്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് അതേ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ ഡോക്ടർ ഷൈലെ ആദരവോടും ക്ഷണിക്കും. ഡോക്ടർ ഷൈല അൺമ്യൂട്ട് ചെയ്യണേ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യും. താങ്ക് യു ഡോക്ടർ മനോജ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ 2101 ദിവസമാണ്. ഇന്ന് നമ്മുടെ ഡോക്ടർ ബിന്ദുവിന് ആശംസകൾ അർപ്പിക്കുന്ന പ്രത്യേക പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഡോക്ടർ ഇസ്മായിൽ സേഠ് സാറാണ്. സാറ് നമ്മുടെ IFPHന്റെ ആദരണീയനായ എല്ലാമായ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് വളരെ ആദരപൂർവവും സ്നേഹപൂർവവും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിൽ പ്രത്യേക ക്ഷണിതാവായി എത്തിയിരിക്കുന്ന നമ്മുടെ ഡോക്ടർ ബിന്ദു മാഡത്തിനെയും വളരെ സ്നേഹപൂർവം ആദരപൂർവം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഡോക്ടർ ബിന്ദുകുമാരിക്ക് ആശംസകൾ അർപ്പിക്കുവാനായി എത്തുന്നത് നമ്മുടെ IFPHന്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ട്. അതുപോലെ സേട്ട് സാറ് സീനിയറായ ബാക്ക് ബോൺ ആണ് IFPHന്റെ എങ്കിൽ ജൂനിയർ ബാക്ക് ബോൺ ആണ് നമ്മുടെ ധനേഷ് ഡോക്ടർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുവാനായി എത്തുന്നത് നമ്മുടെ ഡോക്ടർ ധനേഷാണ്. ഡോക്ടർ ധനേഷിനെയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവം. അടുത്തതായി ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നന്ദി പറയുവാനായി എത്തുന്നത് നമ്മുടെ ഡോക്ടർ മറിയാമ്മ ജോണാണ്. ഡോക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. ഡോക്ടർ മറിയാമ്മ ജോണിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതുപോലുള്ള വിശേഷാൽ പ്രോഗ്രാമുകളെല്ലാം അഥവാ മറ്റുള്ളവർ ഓർമ്മിക്കാത്ത ദിവസങ്ങൾ പോലും ഓർത്തെടുത്ത് ഇതുപോലെ ഡോക്ടർ ബിന്ദുവിനും ഒക്കെ ഇങ്ങനെ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ വളരെ സ്നേഹപൂർവ്വം എല്ലാവരോടും മനോജ് ഡോക്ടർ മറക്കാതെ ആ സ്നേഹം കാത്തു സൂക്ഷിച്ച് ഈ പ്രോഗ്രാമുകളെല്ലാം നടത്തുന്നു. ഡോക്ടർ മനോജ് GSനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഒരു വാക്കുകൂടി മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ ഡോക്ടർ ബിന്ദു ഞാനിരിക്കുമ്പം പാപ്പച്ചൻ ഏരിയ സാറാണ് ആ കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം അലങ്കരിച്ചിരുന്നതെങ്കിൽ പിന്നെ എത്രയോ വർഷം ഡോക്ടർ ബിന്ദു ആ ചെയറിൽ ഇരുന്ന് കാണുവാനുള്ള ഒരു ഭാഗ്യവും ആ ഒരു സന്തോഷവും എനിക്കും ഉണ്ട്. ഡോക്ടർക്കുള്ള എല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും ആരോഗ്യ സൗഖ്യങ്ങളും ഡോക്ടർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകകൂടി ചെയ്യുന്നു. നമസ്കാരം. അതോടൊപ്പം തന്നെ ധാരാളം പേര് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ബിന്ദു മാഡത്തിന്റെ കൂടെ PG ചെയ്ത ആൾക്കാരുണ്ട്, സീനിയറായിട്ട് ഉള്ളവരുണ്ട്. ഷൈൽ ഡോക്ടറോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറ്റിയില്ല, കാരണം ഡോക്ടർ ഫോൺ പ്രോബ്ലം ആയിപ്പോയി. ഡോക്ടർക്കുള്ള ഈ കമ്പ്യൂട്ടർ മാത്രം, അതുകൊണ്ട് ധാരാളം പേരുടെ പേരുകൾ വിട്ടുപോയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഡോക്ടർ ശിശിർ സാറുണ്ട്, അതുപോലെ ഡോക്ടർ കുമാരി ബിന്ദു, ഡോക്ടർ മനു വർഗീസ്, ഡോക്ടർ വിനു കൃഷ്ണൻ, ഡോക്ടർ സൗദ, ഇവരെല്ലാം ഒരു ബാച്ച് ആയിരുന്നു. പിന്നെ അത് കൂടാതെ ഡോക്ടർ ശ്രീവിദ്യ ഉണ്ട്, അവിടുത്തെ സ്റ്റുഡൻ്റായ ഡോക്ടർ മനോജ് നാരായണനുണ്ട്. ഇങ്ങനെ ധാരാളം പേര് പ്രോഗ്രാം പങ്കെടുക്കുന്നുണ്ട്. ഇതൊന്നും ഷൈൽ ഡോക്ടറെ അറിയിക്കാൻ പറ്റിയില്ല, ഞാൻ ഇപ്പോൾ തിരക്കും കൂടെ ആയിപ്പോയി, ഡോക്ടർ ഫോണും പോയി, അതുകൊണ്ടാണ് കാരണം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിൽ അധ്യക്ഷ പ്രസംഗം നടത്താനായിട്ട് ഇസ്മായിൽ സാർ ക്ഷണിക്കും. സാർ പ്ലീസ്. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സത്യം പറയാൻ മറന്നുപോയിരുന്നു കേട്ടോ. ഒരു വേറെ പ്രോഗ്രാം പെട്ട് കുടുങ്ങി കിടക്കി എപ്പോഴാണ് മനോജിന് ഫോൺ വന്നത്, അപ്പോഴേ ഷോക്ക് അടിച്ച പോലെ ഓർത്ത് ഇന്നൊരു പരിപാടി ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട പരിപാടി ഉണ്ടല്ലോ. അവരങ്ങ് പറഞ്ഞു വിട്ടു. ഉടനെ പറഞ്ഞിട്ട് നമ്മൾ നാളെ കാണാൻ.
ബാക്കി കാര്യങ്ങളിൽ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, അവരെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ അവിടെ കയറിയാ. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിൽ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോഴേ ഓർക്കുള്ളൂ. ചിലപ്പോഴും അവരോട്ട് പോകുന്നുമില്ല. അവർ ഒരു 8 മണിക്ക് കയറി വന്നു വരാം. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന് സമയം പറഞ്ഞില്ല. ഏതായാലും ഇന്നത്തെ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് ബിന്ദു അല്ലേ, ഡോക്ടർ ബിന്ദു ബിന്ദുകുമാരി. ബിന്ദുകുമാരി. ബിന്ദുകുമാരി എവിടെയാ പഠിച്ചത്? അവിടെ തന്നെ. അതെ, കുറിച്ചിയിൽ തന്നെ. ആ സർ, ഞാൻ കുറിച്ചി ഹോമിയോ കോളേജിൽ തന്നെയാണ് UG പഠിച്ചത്. PG തിരുവനന്തപുരത്ത് സർ. ആണല്ലേ, ഓക്കെ. PG എപ്പോഴാണ് പഠിച്ചത്? 2001 മുതൽ 2005 വരെ. 2003 ഞാൻ വന്നപ്പോ കണ്ടു കാണുമല്ലോ. സാർ എന്റെ പിന്നെ അഡ്മിഷൻ ഗ്രൂപ്പിൽ സാർ ഉണ്ടായിരുന്നു. സാറെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഗുരുതുല്യനെ പോലെ അതിലും വലിയ സ്ഥാനത്തിൽ കാണുന്ന ഒരു വ്യക്തിയാണ്. സാറെന്ന് കോഴിക്കോട് പ്രിൻസിപ്പൽ ആയിരുന്നു. എന്റെ അഡ്മിഷൻ ഗ്രൂപ്പിൽ സാർ ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, എന്റെ കോളേജിലേക്ക് വരുന്നില്ലേ എന്ന് സാർ എന്നോട് ചോദിച്ചു. സാർ, ഞാന് പേരൻസ് ഒക്കെ കുറച്ചുകൂടെ നിർബന്ധിക്കുന്നത് തിരുവനന്തപുരത്താണ്, അതുകൊണ്ടാണ് സാർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സാറിനോടുള്ള കോൺവെർസേഷൻ വരെയും ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. റെസ്പെക്ട് തരുന്ന ഒരു വ്യക്തിയാ സാർ. നിങ്ങളെ സമയത്ത് മലയാളി ആദരവുണ്ട് എല്ലാവർക്കും. ഇന്നത്തെ മീറ്റിംഗിൽ വന്നത് ഭയങ്കര സന്തോഷം. മനോജാണ് എന്റെ ആള്. ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കുന്ന മനോജാണ്. മനോജ് ഇങ്ങനെ ചൂണ്ടിട്ടോണ്ടിരിക്കും, കാലികളൊക്കെ പിടിച്ച് ചോർന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആരുണ്ട് ആദരിക്കപ്പെടേണ്ട ആളുകൾ എന്ന് പുള്ളി ഇങ്ങനെ ഡെയിലി ഒരു ഭീഷണി നടത്തും. അങ്ങനെ കാലിങ്ങനെ പിടിച്ചോൻ വരികയും ചെയ്യും. അത് പിടിച്ചാൽ വരുന്ന ആളുകൾക്ക് വളരെ വ്യക്തിത്വ ആളുകളാണ്. നമ്മൾ വിട്ടുപോയെങ്കിൽ നമുക്ക് നഷ്ടം വരേണ്ട ആളുകളാണ്. അതുപോലെയാണ് ഡോക്ടർ ബിന്ദുവും കേട്ടോ. അദ്ദേഹം പിടിച്ചു കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഓർക്കില്ലായിരുന്നു. അതിന്റെ ക്രെഡിറ്റ് ഞാൻ മനോജനെ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും വൈകി വേളയിൽ ഞാൻ കൂടുതൽ മത്താൻ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവിധ ആരോഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്നും ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നും ആരോഗ്യത്തോടു കൂടി ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നും ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. താങ്ക് യു. വളരെ നന്ദി. ഇസ്മായിൽ സേട്ടനെ കാണുമ്പോൾ റേമണ്ടിന്റെ പഴയ ഒരു പരസ്യമാണ് ഓർമ്മ വരുന്നത്. റെസ്പെക്റ്റഡ് ബൈ മെൻ, ഓണേർഡ് ബൈ ടൈം ആൻഡ് അഡ്മയർഡ് ബൈ വുമൺ എന്ന്. അയ്യോ, ഒരു റേമണ്ടിന്റെ പരസ്യം കാണും. സാറിന്റെ സ്യൂട്ട് കാണുമ്പോൾ അത് തന്നെ ഓർക്കുന്ന വളരെ സന്തോഷം സാറേ. IFP നിറസാന്നിധ്യത്തോടെ നന്ദി. അടുത്തത് നമ്മുടെ ഡോക്ടർ സനേഷിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ സനേഷ് മിക്കവാറും ഗിന്നസ് റെക്കോർഡ് കിടക്കാൻ സാധ്യതയുണ്ട്, ഇത്ര സൂമുകളെ ഒറ്റയ്ക്ക് ചുമലിലേറ്റ്. ഡോക്ടർ സനേഷ് പ്ലീസ്. നന്ദി ഡോക്ടറെ. ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷദായകമായ ഒരു സെഷനാണ്. കാരണം ഹോമിയോപ്പതി കുറിച്ചി ആതുരാശ്രമം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാനും. DHMS ആയിരുന്നു അന്നത്തെ എൻ്റെ ക്വാളിഫിക്കേഷൻ. അതിനുശേഷം പിന്നീട് തുടർ വിദ്യാഭ്യാസത്തിന് പോകാതെ രോഗികളുടെ മുന്നിൽ അങ്ങനെ ഇരുന്നു. രോഗികളിലൂടെ പല കാര്യങ്ങളും പഠിച്ചു, അതിലൂടെ മുന്നേറി. ഇതാണ്. പക്ഷേ നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് നമുക്ക് വളരെ നല്ല ഒരു അഭിപ്രായം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ഉണ്ടാക്കിയ കൂട്ടത്തിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരാളാണ് ഡോക്ടർ ബിന്ദുകുമാരി. ഡോക്ടർ പ്രിൻസിപ്പൾ ആയതിനു ശേഷം അവിടെ കുട്ടികളോട് വളരെ നല്ല പെരുമാറ്റവും, കുട്ടികളെയൊക്കെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും അവരെ കൂടുതൽ ഉന്നതിയിൽ എത്തിക്കാൻ അവരെ ഉപദേശിക്കുകയും എന്ന് മാത്രമല്ല, ഹോമിയോപ്പതിയിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന എല്ലാ സംഘടനകളുടെ പ്രവർത്തനങ്ങളെയും അവരെ അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. IFBSനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ വിദ്യാർത്ഥികളെല്ലാവരും, അന്ന് കുറച്ച് കുട്ടികളെ ഒന്നും ഉള്ളവരെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തി IFBS എന്താണെന്നും IFBS എന്തിനു വേണ്ടിയുള്ളതാണെന്നും എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നും എല്ലാം വ്യക്തമായിട്ട് പറയാനുള്ള അവസരം ഉണ്ടാക്കുകയും, എന്നാൽ മറ്റു പല അധ്യാപകരും ഒക്കെ ഇങ്ങനെ നിസ്സംഗതയോട് മാറി നോക്കി നിൽക്കുകയായിരുന്നു. ഇതെന്തിനാണ് ഇവരെയൊക്കെ വിളിച്ചിവിടെ കൊണ്ടുവരുന്നത്, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ വിദ്യാർത്ഥികൾ. നമ്മൾ ഒരിക്കലും ആ രീതിയിലല്ല. ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഒരിക്കലും പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയല്ല. നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും തുടർ വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ അതിനുവേണ്ടി ഡോക്ടർ ചെയ്തിരിക്കുന്ന സേവനങ്ങൾ വളരെ അഭിനന്ദനീയമാണ്.
ഇനിയും ഇങ്ങനെയുള്ള ഡോക്ടർ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഈ തുടർ വിദ്യാഭ്യാസ പരിപാടികളിൽ അതുപോലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്നതിനൊക്കെ ഡോക്ടർ എന്നും മുൻപന്തിയിൽ ഉണ്ടാകണം. അതുപോലെ ഡോക്ടർക്ക് ഭാവിയിൽ നല്ല ആരോഗ്യവും ആയുസ്സും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. നന്ദി. ഗണേഷ് ഡോക്ടർ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളുടെ സംബോധന, സ്നേഹം, അത് എനിക്കൊന്ന് കേരളത്തിൽ വേറൊരു കോളേജിലും കാണുമെന്ന് തോന്നുന്നില്ല. എന്താ കുഞ്ഞുങ്ങളെ, മക്കളെ എന്ന് എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാഡം കസേര ഇരിക്കുന്ന കാണാനോടെ പോയ ഒരാളാണ്. മാഡത്തിന് ഓർമ്മയുണ്ടോ? 2 വർഷമായി കാണും അത് പോയിരുന്നു. ഉണ്ട്. മാത്രമല്ല സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, മാഡത്തിന്റെ മോളെ BHMS വിട്ടു. ഇപ്പം മാഡത്തിന്റെ മോള് ഡോക്ടറായി. അതിലും മാഡത്തിന് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ. ഇനി അടുത്തതായിട്ട് മാഡത്തിന്റെ സഹപാഠി ഡോക്ടർ ശിശിർ ക്ഷണിക്കും. സാർ പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? ശിശിർ സാറേ. ആ, നമസ്തേ. എൻ്റെ വീഡിയോ പിക്ചർ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. ഇല്ല ചെറിയൊരു കുഴപ്പമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല. ഏതായാലും എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിനമാണ്. എന്നെ അത് ഓർമ്മിപ്പിച്ചതും ഡോക്ടർ മനോജ് സാർ, ഇസ്മായിൽ സാർ പറഞ്ഞതുപോലെ മനോജ് ഡോക്ടർ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ്, ശാരദാകൃഷ്ണ കുടുംബത്തിലെ അംഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ മനോജ് ഇന്ന് ഞങ്ങളെ വലിയൊരു ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി കോളേജിൽ ഇരുന്നിട്ട് ഞങ്ങൾ വളരെ ലേറ്റായിട്ട് ഇന്ന് വീട്ടിലെത്തിയിട്ട് പോലും തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് എന്നെ പോലെ തന്നെ ഡോക്ടർ ബിന്ദുവിനും അറിയാം. ഡോക്ടർ ബിന്ദു എന്ന് ഞാൻ വിളിക്കുന്നതൊക്കെ വളരെ അപൂർവമാണ്. എങ്കിലും ഈ ഒരു ഫോറത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചുകൊണ്ട് ഡോക്ടർ ബിന്ദു ദ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഓഫ് ആതിരാശ്രം NSS മെഡിക്കൽ കോളേജിൻ്റെ ബോർഡ് വയ്ക്കാൻ പോകുന്ന വ്യക്തി, വലിയൊരു ഓർഗനോൺ ടീച്ചർ, മുരുകൻ സാറിൻ്റെ സഹായത്തോടു കൂടി, സാറിൻ്റെ ആഗ്രഹത്തോടു കൂടി ഞാൻ 3rd ഇയറിൽ ബിന്ദു ഡോക്ടറെ ശാരദാകൃഷ്ണയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഡോക്ടർ ബിന്ദു അത് ഓർമ്മിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ട്. അതേപോലെ ഓർഗനോൺ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫിലോസഫി സബ്ജക്റ്റ്. അതിനെ നല്ല രീതിയിൽ കുട്ടികളെ അവിടെ വളർത്തിക്കൊണ്ട് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഡോക്ടർ ബിന്ദു പറഞ്ഞതനുസരിച്ച് എനിക്ക് ഈ ഇടയ്ക്ക് തന്നെ ആ കോളേജിൽ ഇവരെല്ലാവരും എൻ്റെ ക്ലാസ്മേറ്റ്സ് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതേപോലെ ഡോക്ടർ മനോജ് ശാരദാകൃഷ്ണയെ വന്നതുപോലെ അതൊരു റിട്ടയർഡ് ലൈഫ് ശാരദാകൃഷ്ണയിലേക്ക് ഞാൻ ഡോക്ടർ ബിന്ദുവിനെ ക്ഷണിക്കുകയാണ്. അത് ബിന്ദു ഡോക്ടർ ആദ്യമായി ഞാനിപ്പോൾ ഈ ഫോറത്തിൽ തന്നെ ഞാൻ ശാരദാകൃഷ്ണയുടെ പേരിൽ ഞാൻ ഡോക്ടർ ബിന്ദുവിനെ ചെയർമാൻ പറഞ്ഞതെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇത് കള്ളമൊന്നുമല്ല. ഡോക്ടർ ബിന്ദുവിന് താല്പര്യമുണ്ടെങ്കിൽ പ്രിൻസിപ്പാളും ശാരദാകൃഷ്ണയുടെ പ്രിൻസിപ്പാളുടെയും ചെയർമാൻ്റെയും എല്ലാവരുടെയും ഒരു ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഡോക്ടർ ബിന്ദുവിനെ ശാരദാകൃഷ്ണയിലേക്ക് ക്ഷണിക്കുകയാണ്. മാത്രമല്ല ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ബിന്ദുവിൻ്റെ മകൾ ഏകദേശം ഇൻറ്റേൺഷിപ്പ് തീരാറായി. ഞാൻ ശാരദാകൃഷ്ണയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് മാത്രമല്ല, എടുത്തു പറയാനായിട്ട് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായ പീഡിയാട്രിക്സിലേക്ക് തന്നെ ക്ഷണിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ക്ഷണിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും മകൾ ചെയ്യും. നല്ലൊരു പരീക്ഷ ഉണ്ട് അതിനു വേണ്ടി, അത് പാസ്സായി തീർച്ചയായിട്ടും എൻ്റെ ഒരു മകളെ പോലെ ശാരദാകൃഷ്ണയിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ തന്നെ ഡോക്ടർ ബിന്ദുവിനെ ശാരദാകൃഷ്ണയിലേക്ക് ഞാൻ ഈ ഒരു ഫോറത്തിൽ കൂടെ അനുവാദത്തോടുകൂടി, ശാരദാകൃഷ്ണയുടെ ചെയർമാൻ്റെ പ്രിൻസിപ്പൽ അനുവാദത്തോടുകൂടി ഞാൻ ക്ഷണിക്കുന്നു. എത്രമാത്രം ബിന്ദു ഡോക്ടർ അതിന് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നറിയാം, എങ്കിൽ അത് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. അതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം എന്ന് സാർ എന്നോട് ഒരിക്കൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലാണ് ഞാൻ അറിഞ്ഞത് മകൾക്ക് PG പോകണമെന്നുള്ള താല്പര്യം. ഇസ്മയിൽ സേഠ് സാർ എല്ലാം ഉള്ള ഒരു വലിയൊരു ഫോറത്തിൽ ഗണേഷ് ഡോക്ടറുടെയും ഡോക്ടർ മനോജിൻ്റെ എല്ലാം പ്രസൻസിൽ എല്ലാ ഡോക്ടേഴ്സും, ഡോക്ടർ വിനു കൃഷ്ണനെ കാണുന്നുണ്ട്, ഡോക്ടർ ശൈല മാഡം ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് വെൽക്കം ചെയ്തു. ബാക്കി ഒരുപാട് പേര് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും മനോജ് ഡോക്ടർക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന മനോജ് ഡോക്ടർക്കും എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിനും, കൂടാതെ ഡോക്ടർ ബിന്ദുവിന് നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ
ഇസ്മയിൽ സേഠ് സാർ, സാർ ബിന്ദു ഡോക്ടറും ഞാനും ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. ആണല്ലേ? അതെ അതെ അതെ. ഏതായാലും വലിയൊരു ഭാഗ്യം നേടിയൊരു കുട്ടിയാണ്, വലിയൊരു ഗായികയാണ്. എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എത്ര തേർഡ് ഇയർ ഞങ്ങൾ BHMSൻ്റെ മൂന്നാമത്തെ ബാച്ചാണ്, BHMSൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്, ഷി ഹാസ് കംപ്ലീറ്റഡ് ഹർ കരിയർ ആസ് എ പ്രിൻസിപ്പൾ വെരി നൈസ്ലി. മനസ്സിലാക്കിയൊരു കാര്യം, ഞാനത് തീർച്ചയായിട്ടും ഈ ഫോറത്തിൽ അത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയും പറയണം. റിക്വസ്റ്റിനെ ഓ ചിന്തിച്ചു നോക്കുക കേട്ടോ. ശരി ഡോക്ടർ മനോജ്, താങ്ക് യു ഫോർ കോളിംഗ് മീ ആൻഡ് ബീങ് എ പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം. ശരി, നന്ദി. അടുത്തതായിട്ട് ഡോക്ടർ ബിനു കൃഷ്ണൻ, അടുത്തൊരു ബാച്ച്മേറ്റ് ആണ്. ഡോക്ടർ ബിനു, അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ. കേൾക്കാം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് സേട്ട് സാറിന് വലിയ നമസ്കാരം, എഴുന്നേറ്റുന്നുള്ള നമസ്കാരം. ഞാൻ സാറിന്റെ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ സാർ ഈ ഒരു സമയത്തും ഇതിനൊക്കെ ജോയിൻ ചെയ്യുന്നതിനോടുള്ള വലിയൊരു സല്യൂട്ടുണ്ട്. പിന്നെ ഡോക്ടർ ബിന്ദുകുമാരി, ഞാനും ബിന്ദുകുമാരി മാഡം എൻ്റെ ബാച്ചിനൊക്കെ എക്സ്റ്റേണൽ എക്സാമിനറായിട്ട് വന്നിട്ടുള്ള ആളാണ്. പക്ഷെ ഞങ്ങൾ പരിചയം സ്ഥാപിക്കുന്നതൊക്കെ 2001 ഞാൻ തിരുവനന്തപുരം ഹോമിയോ കോളേജിൽ MD ബാച്ചിൽ ചെയ്തത്. 2001, 2002 ആ കാലത്ത് മാഡം കോട്ടയം ഹോമിയോ കോളേജിലെ അധ്യാപികയായിരുന്നു, ഓർഗനോൺ അധ്യാപികയായിരുന്നു. എനിക്ക് 1-2 കാര്യങ്ങളെ പറയാനുള്ളൂ. മാഡത്തിൻ്റെ ആ സമയത്തുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാഡം ഒരു അനപത്യ ദുഃഖം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഒരു ഇതിനു വേണ്ടി വളരെ വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കോളേജിൽ PGക്ക് ചേരുകയും ദൈവത്തിൻ്റെ ഒരു തീരുമാനം പോലെ മാഡത്തിനൊരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിന്ന് ഹോമിയോ കോളേജിൽ നിന്ന് BHMS പൂർത്തിയാക്കി, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഹൗസ് സർജൻസിയും പൂർത്തിയാക്കി ഈ വേളയിൽ പുറത്തിറങ്ങുകയാണ്. അതൊരു സാർത്ഥകമായ ജീവിതമായിട്ടാണ് ഞാൻ കാണുന്ന കാര്യം. ഇത്രയും വലിയൊരു ഇതിൽ മകളെ ഹോമിയോപ്പതി വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തിറക്കാൻ അവർക്ക് സാധിച്ചു. രണ്ടാമത്തെ കാര്യം, ഒരു അനുഗ്രഹീത ഗായികയാണ് മാഡം. യശശരീരനായ P. പത്മരാജൻ സാറിൻ്റെ കൂടെ ഇവിടെ സിനിമയിലെ ആടിവാക്കാറ്റ് ഒക്കെ പാടി 2001, 2002 ഹോമിയോ കോളേജ്, തിരുവനന്തപുരം ഹോമിയോ കോളേജിലെ ഒരു ആ കാലഘട്ടത്തെ മുഴുവൻ മാഡം സ്വായത്തമാക്കി. ഒത്തിരി ആളുകളെ ആരാധക വൃന്ദത്തിൽ ഉൾപ്പെടുത്തി. അത്ര അനായാസമായ ഒരു ഗായികയാണ്. പിന്നെ മാഡത്തിൻ്റെ ഹസ്ബൻഡ്, അവരുമായിട്ടും എനിക്ക് നല്ല ബന്ധമുണ്ട്. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു നല്ല ഒരു മനുഷ്യനാണ്. നമ്മൾ ഈ ആത്യന്തികമായി പറയുമല്ലോ, ഹൃദയബന്ധങ്ങൾ സൂക്ഷിക്കുന്ന നല്ലൊരു വ്യക്തിയായി തുടരുക എന്നാണ്. നമ്മൾ എത്ര അലങ്കാരങ്ങൾ, പ്രിൻസിപ്പളായോ അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ അംഗമായോ മെഡിക്കൽ കൗൺസിൽ പ്രിൻസിപ്പളായോ എന്നൊന്നുമല്ല, നമ്മുടെ ഒരു നല്ല വ്യക്തിയായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ മാഡം തിരുവനന്തപുരം ഹോമിയോ കോളേജിൽ ഒരു സ്ഥാപിച്ച ഒരു സ്നേഹ സാമ്രാജ്യം വളരെ വലുതാണ്. പിന്നീട് ഞാൻ ജോലി ചെയ്യുന്ന വണ്ടൂരിലെ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിൽ മാഡത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒത്തിരി ബാച്ചുകൾ, 2-3 ബാച്ചുകൾ അവിടെ സന്ദർശനം നടത്തി. അതിൽ മാഡത്തിൻ്റെ മകള് തന്നെ വരികയുണ്ടായി. അങ്ങനെ ഹോമിയോപ്പതിക്ക് വേണ്ടി സ്വന്തം സ്വജീവിതം എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതിയ ഒരു വലിയ നല്ലൊരു മനസ്സിനുടമയാണ്. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഈശ്വരൻ മാഡത്തിന് കൊടുക്കട്ടെ, എല്ലാവിധ മനസ്സമാധാനവും കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ഹോമിയോ കോളേജ് പ്രിൻസിപ്പളായിട്ടൊക്കെ പെൻഷനാകുമ്പോൾ ഒരുപാട് ഹാർഡ് ഫീലിങ്സ് ഉണ്ടാവും. എനിക്ക് ഉറപ്പാണ് മാഡത്തിനതൊന്നും ഉണ്ടാകത്തില്ല. കാര്യം ബേസിക്കലി ഒരു ഹ്യൂമെൻ ആറ്റിറ്റ്യൂഡുള്ള, ഹ്യൂമെൻ ടച്ചുള്ള ഒരു സ്ത്രീയാണ്. എന്നെയൊക്കെ മോനെ അനിയ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇപ്പോഴും എൻ്റെയും എൻ്റെ കുടുംബത്തോടും മാഡം കാണിക്കുന്ന സ്നേഹ വായ്പിന് ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു. ഇങ്ങനൊരു പരിപാടിയിൽ ക്ഷണിക്കാൻ ഡോക്ടർ മനോജ് കാണിച്ച വലിയ മനസ്സിനും, അതുപോലെ മനോജ് ഡോക്ടറും ഡിപ്പാർട്ട്മെന്റിൽ പെൻഷനായി ഞാൻ മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിന് ഇതുപോലൊരു മികച്ച യാത്രയപ്പ് കൊടുക്കേണ്ടതാണ്. എല്ലാവിധ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും സമാധാനവും ഉണ്ടാവട്ടെ. ഹോമിയോപ്പതി എന്നുള്ളത് നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമൂഹമല്ല.
ഒരു വടവൃക്ഷം പോലെ, ഒരു ആൽമരത്തിന്റെ ശിഖരങ്ങളും വേരുകളും പോലെ സമൂഹത്തിന്റെ നാനാതുറകളിലേക്കും പടർന്നു കയറാൻ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ കാരണമാകട്ടെ എന്നുള്ള ജഗദീശ്വരനുള്ള നന്ദിയും പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ഓക്കെ. ഡോക്ടർ വിനു, ഞങ്ങള് മനോജ് ഡോക്ടർക്ക് നല്ലൊരു യാത്രയപ്പൊക്കെ കൊടുത്തു മതി. ഉണ്ടായിരുന്നു. ഓക്കെ. സോറി, ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ മാസ്റ്റർ സാമുൽ ഹനുമാൻ പറയുന്നത് ഐ ഹാവ് നോട്ട് ലിവ്ഡ് ഇൻ വെയിൻ, അങ്ങനെ പറയാൻ അപൂർവം പേര് കഴിയുള്ളൂ. തീർച്ചയായിട്ടും ബിന്ദുകുമാരി മാഡം അതിലൊന്നാണ്. ഡോക്ടർ വിനു കൃഷ്ണൻ ഒട്ടും മോശമല്ല. വിനു കൃഷ്ണനെ പോലെ 10 വിനു കൃഷ്ണന്മാരുണ്ടായെങ്കിൽ ഹോമിയോപ്പതിയുടെ ഗ്രാഫ് ഒരുപാട് മാറിപ്പോയാണ്. സ്വന്തമായിട്ട് ഒരു ക്യാൻസർ സെന്റർ എന്താ പറയാ ഗവൺമെന്റ് ഇതിലുണ്ടാകുകയും അത് ഈ ലോകം മൊത്തം അറിയപ്പെടുന്ന അവസ്ഥയിലെത്തി. തീർച്ചയായിട്ടും വിനു കൃഷ്ണൻ പ്രത്യേകിച്ച് അഭിനന്ദനങ്ങളും ആദരവും അർഹിക്കുന്നു. വളരെ നന്ദി ഡോക്ടർ വിനു കൃഷ്ണൻ. ഇനി അടുത്തായിട്ട് കുമാരി ആര്യ നാളെ പരീക്ഷ ഒന്ന് ധനേട്ടോട് അറിയിക്കുകയുണ്ടായി. നമ്മുടെ ഇതിലൊരു യങ് ബ്ലഡ് ആണ്. ഡോക്ടർ ആര്യ ക്ഷണിക്കുന്നു. ഡോക്ടർ ആര്യ പ്ലീസ്. അവിടുത്തെ വിദ്യാർത്ഥി 3rd ഇയർ അല്ലേ? ഡോക്ടർ ആര്യ അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ സർ. കേൾക്കാം, പറഞ്ഞോളൂ. ആദ്യം തന്നെ വളരെ സന്തോഷം മാം, ബിന്ദുകുമാരി മാം, നമ്മുടെ പ്രിൻസിപ്പൽ മാഡം എന്നെ IFPHലോട്ട് ആദ്യമായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാഡമാണ്. അപ്പോൾ അതൊരു വലിയ താങ്ക്സ് എനിക്ക് മാമിനോടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഒപ്പം നിന്ന ബിന്ദു മാഡം എന്തായാലും നമ്മളുമായിട്ട് സ്റ്റുഡൻസുമായിട്ട് വളരെ ഒരു ഡീപ്പ് കണക്ഷൻ തന്നെ മാഡത്തിനുണ്ടായിരുന്നു. മാഡത്തിന്റെ ക്ലാസ്സസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ വന്നപ്പോൾ തൊട്ട് എൻ്റെ പ്രിൻസിപ്പളായിരുന്നു. പിന്നെ എല്ലാ ഫങ്ഷൻസും സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നാലും നമ്മുടെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് മാഡം ഉണ്ടായിരുന്നു. ആൻഡ് ഇനിയും നമ്മുടെ കൂടെ തന്നെ മാഡം നമ്മുടെ ഒപ്പം ഉണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും വലിയ താങ്ക്സ് പറയാനുള്ളത് ഈ പ്ലാറ്റ്ഫോമിൽ, IFPH പ്ലാറ്റ്ഫോമിൽ എന്നെ ധനീഷ് സാറിന് പരിചയപ്പെടുത്തിയതും മാഡം വഴിയാണ്. എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, എനിക്ക് പിന്നീട് ഒരുപാട് അസോസിയേഷൻസിനെ പറ്റിയൊക്കെ എനിക്ക് മനസ്സിലായത് മാഡം വഴിയാണ്. ആ ഒരു വലിയ താങ്ക്സ്, ആ ഒരു കടപ്പാട് എനിക്കുണ്ട്. താങ്ക് യു. വളരെ നന്ദി ഡോക്ടർ ആര്യ. അടുത്തതായിട്ട് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ വളരെ വിപ്ലവകരമായ ഒരു സ്പെഷ്യൽ ഓപ്പിയ ഡോക്ടർ ജനനി, അതിന്റെ ജനനി കൂടിയായ ഡോക്ടർ ശ്രീവിദ്യ ആഗ്രഹിച്ചിരിക്കുന്നു. ഡോക്ടർ ശ്രീവിദ്യ. ഹലോ കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. താങ്ക് യു മനോജ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഗുരുനാഥനായിരിക്കുന്ന സേഠ് സാറിന് വിനീതമായ നമസ്കാരം. പിന്നീട് ആദ്യം ഞാൻ മനോജ് ഡോക്ടറോടൊരു നന്ദി പറയാണ്. കാരണം ഈ ഒരു മീറ്റിംഗ് മിസ്സായി പോയിരുന്നെങ്കിൽ എനിക്കതൊരു നഷ്ടമായത്. കാരണം ബിന്ദു മാഡം എന്ന് ഞാൻ വിളിക്കുന്നെങ്കിലും ഉള്ളില് ബിന്ദു ചേച്ചി എന്ന് തന്നെയാണ് വിളിക്കാൻ ഇഷ്ടം. കാരണം അങ്ങനെയാണ് PGക്ക് ഞങ്ങൾ 2000 ബാച്ച് ആയിരുന്നെങ്കിലും ഞങ്ങളുടെ ജൂനിയർ ആയിട്ട് വിനുവിന്റെ ബാച്ചിലാണ് മാഡം വരുന്നെങ്കിലും വളരെയധികം അറ്റാച്ച്. വിനു പറഞ്ഞ പല കാര്യങ്ങളുമാണ് നമ്മൾ ദൃസാക്ഷികളായിട്ടുള്ളതാണ്. അപ്പം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബിന്ദു ചേച്ചിക്ക് ഇടയ്ക്ക് ഒരു കണ്ണീര് കാണുമ്പോൾ ഉള്ളെലിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കോഴ്സ് കഴിഞ്ഞിട്ട് മാഡം ട്രീറ്റ്മെന്റിന് പോയപ്പോഴും ഒക്കെ പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിൽ ഒരാള് ഞാൻ. അത്രയ്ക്ക് നമ്മൾ ബാച്ച്മേറ്റ്സ് ഭയങ്കര ഇഷ്ടത്തോട് കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു നല്ല പേഴ്സണാലിറ്റിയാണ്. അത് ഈശ്വരൻ ഒരു പോസിറ്റീവ് ആണ് എന്നുള്ളത് ഞങ്ങൾ ഒരുപാട് പേര് ആഘോഷിച്ച ഒരു ദിവസമായിരുന്നു. അപ്പം പിന്നീട് ഞാൻ ബിന്ദു മാഡത്തിനെ കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷവും ഇന്ന് മകള് BHMS കഴിഞ്ഞെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഒരു നല്ല വ്യക്തി ആയതുകൊണ്ട് ഈശ്വരൻ എപ്പോഴും നല്ലതേ വരുത്തുള്ളൂ. ഇനിയും എല്ലാ ഐശ്വര്യവും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഈ ചേച്ചിക്ക് എനിക്കൊരു ആശംസ പറയാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിനൊരു അവസരം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ നന്മകളും ഞാൻ ഈ ഒരു അവസരത്തിൽ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീവിദ്യ. എനിക്ക് നിങ്ങളൊക്കെ എന്റെ അനിയത്തിമാരെ പോലെ നമ്മുടെ സ്വന്തം ചേച്ചിയാണ്. സ്നേഹവും ബഹുമാനവും നിങ്ങളെന്നൊക്കെ പറയുമ്പോ ഞാന് എന്റെ കോളേജിലെ ടീച്ചേഴ്സിനെ പോലെ തന്നെ സ്നേഹിക്കുന്നവരാ. വിനു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനോജ് ഡോക്ടറോ ഞാനത് എന്റെ ഇതിൽ സംസാരിക്കുമ്പോ പറഞ്ഞോളാം.
ഓക്കെ, വളരെ നന്ദി. എന്തായാലും ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഉണ്ടായി കാണാൻ പറ്റി, വളരെ സന്തോഷം. അടുത്തതായിട്ട് വേറൊരു ക്ലാസ്മേറ്റ് ആണ് ഡോക്ടർ മനു വർഗീസ്. ഈ മനുവും ബിനുവും രസമുണ്ട്. ഈ ബിനുവിന്റെ ചേട്ടന്റെ പേര് മനു എന്നാണ്. അങ്ങനെ രസം കൂടെ ഉണ്ട്. ഡോക്ടർ മനു വർഗീസ് ക്ഷണിക്കും. ഡോക്ടർ മനു. മനോജ് ഡോക്ടറെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മതിയോ? ഞാൻ വണ്ടി ഒന്ന് ഓക്കെ പുതുക്കിക്കോട്ടെ. ആയിക്കോട്ടെ ഒരു ഓ ശരി, ഓക്കെ ട്രാഫിക്കിലൊക്കെ. ഓക്കെ ശരി, ഓക്കെ. അടുത്ത ഡോക്ടർ മനോജ് നാരായണൻ, അവിടുത്തെ ഒരു പഴയ വിദ്യാർത്ഥിയാണ്. ഇന്നിപ്പോ PhD എടുക്കാൻ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ശാരദാകൃഷ്ണ കോളേജിലെ പ്രൊഫസർ കൂടിയാണ്. ഡോക്ടർ മനോജ്, അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ മനോജ് നാരായണൻ അൺമ്യൂട്ട് ചെയ്യാമോ? ഇല്ല. ഡോക്ടർ സൗദയിലേക്കോ? ഡോക്ടർ സൗദ, ഡോക്ടർ സൗദ. ആ, അപ്പം കോട്ടയത്തെ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടാണ്. ഡോക്ടർ സൗദ അൺമ്യൂട്ട് ചെയ്യാമോ? നമസ്കാരം, കേൾക്കാവോ? കേൾക്കാം. ബഹുമാനപ്പെട്ട സേഠ് സാറ്, മനോജ് ഡോക്ടർ, മറ്റ് ഡോക്ടേഴ്സ്, ആദ്യം തന്നെ മനോജ് ഡോക്ടർക്ക് ഒരു നന്ദി പറയാണ്. ഞാൻ ഇതുപോലൊരു സെന്റ് ഓഫ് സംഘടിപ്പിച്ചിട്ട്, അത് മാത്രമല്ല രാവിലെ തന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ച് അത് കാരണം ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, ഇങ്ങനെ ഒരു ബിന്ദു മാഡത്തിന്റെ ഇതിലൂടെ കാണാൻ പറ്റിയതിലൊക്കെ വളരെ മനോജ് ഡോക്ടർക്ക് ആദ്യം ഒരു നന്ദി പറയുന്നു. പിന്നെ ഞാനും ബിന്ദു മാഡവും നമ്മുടെ ആതുരാശ്രമ ഹോമിയോ കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്നു, പിന്നെ ടീച്ചർ, പിന്നെ ഗവൺമെന്റ് ഹോമിയോപ്പതിക് കോളേജ് തിരുവനന്തപുരത്തെ PG ക്ലാസ്മേറ്റുമാണ്. ഞങ്ങൾ ഓർഗനോൺ ബാച്ച്, ഞാനും ഡോക്ടർ വിനു, ഡോക്ടർ മനു, ഡോക്ടർ ബിന്ദു മാഡം, ഞങ്ങൾ നാല് പേരും ആയിരുന്നു ഒരു ബാച്ച്. അതുകൊണ്ട് ബിന്ദു മാഡത്തിനെ നന്നായി അറിയാം, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഒരു ടീച്ചറോ പ്രാക്ടീഷണറോ മാത്രമല്ല, വളരെ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുപാട് പരിചയവും. 3 വർഷക്കാലം ബിന്ദു മാഡത്തിന് നല്ലൊരു കുക്കും നല്ലൊരു ഗായികയും ഒക്കെയാണ്. ഒത്തിരി കഴിവുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ പ്രിൻസിപ്പളായിട്ട് പോയി, പിന്നെ അവിടുന്ന് തിരിച്ചു പോയി ഹോമിയോ കോളേജിൽ പ്രിൻസിപ്പൾ ആയപ്പോഴും, പിന്നെ തൊട്ടടുത്ത് തന്നെ ഞാനും സൂപ്രണ്ടായിട്ടൊക്കെ ഇരിപ്പുണ്ടെങ്കിലും ഒരുപാട് കോണ്ടാക്ട് പിന്നെ ഉണ്ടായില്ല. ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ ഒരു ബന്ധം അങ്ങനെ അങ്ങോട്ട് നിലനിർത്താൻ സാധിച്ചില്ല. എങ്കിലും ബിന്ദു മാഡത്തിന് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ബിന്ദു മാഡത്തിന്റെ മോളുടെ കാര്യവും എല്ലാം അറിയാം. അതുപോലെ പല പരിപാടികൾക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും ബിന്ദു മാഡം ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നീടൊന്നും അതിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എങ്കിൽ പോലും ഈ റിട്ടയർമെന്റ് നമ്മളും പുറകെ ഉണ്ട്. എന്നാലും ബിന്ദു മാഡത്തിനെ പോലെ ഒരു വ്യക്തിക്ക് നല്ല എല്ലാ ഐശ്വര്യവും ആശംസിക്കുന്നു. അതുപോലെ മകൾക്കും ഇനി ഇതുപോലുള്ള പൊസിഷനുകളിൽ, ഇതുപോലെ മറ്റു കോളേജുകളിലാണെങ്കിലും ഈ എക്സ്പീരിയൻസും ഒക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് ആശംസകൾ. നന്ദി. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ സൗദ. ഈ പറഞ്ഞ പോലെ ഒരു ബാച്ച് ആയിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചത് ആരെയൊക്കെ വിളിക്കണം, നല്ല പെട്ടെന്ന് തീരുമാനിച്ചതാണല്ലോ. അങ്ങനെ പെട്ടെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ സീനിയർ ജൂനിയർ 2 ബാച്ചിനെ കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ഒരു എല്ലാവരെയും കണക്ട് ചെയ്യാൻ പറ്റി. ഡോക്ടർ ബോധി എന്ന സുഖമില്ല, അല്ലെങ്കിൽ ബോധി പങ്കെടുത്തേനെ. ഇനി അടുത്ത മനുവാക്സ് ഡോക്ടർ ഉണ്ട്. ഇതല്ലാതെ ഇതിൽ ധാരാളം പേരുണ്ട്. ആർക്കെങ്കിലും ഡോക്ടർക്ക് ആശംസകൾ നേടണമെങ്കിൽ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. മനു വർഗീസ് ഡോക്ടറെ റെഡിയായോ? ഡോക്ടർ മനോജ് നാരായണൻ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ എന്തോ? ഡോക്ടർ മനോജ് നാരായണൻ ബിന്ദുവിന്റെ ഒരു പാട്ട് പ്രതീക്ഷിക്കുന്നു. അത് നമുക്ക് ഉണ്ടാവും, അത് തീർച്ചയായിട്ടും. ഡോക്ടർ മനോജ് നാരായണൻ ഉണ്ടോ? ഡോക്ടർ രമാദേവി മാഡം അൺമ്യൂട്ട് ചെയ്യാമോ? മാഡത്തിന്റെ അസുഖം മാറുന്ന പ്രതീക്ഷിക്കുന്നു. അസുഖം മാറി, നോട്ട് ഫുള്ളി. എനിക്ക് ബിന്ദുവിനെ നേരെ പരിചയമില്ല, പക്ഷെ എന്നാലും പല സ്റ്റുഡൻസും, ആതുരാശ്രമം കോളേജിൽ പഠിച്ച സ്റ്റുഡൻസും വേറെ ഓരോ ഡോക്ടേഴ്സും പറഞ്ഞു എനിക്ക് ബിന്ദുവിനെ എന്തോ പറഞ്ഞോളൂ. എല്ലാരും പറഞ്ഞ് എനിക്ക് നല്ലോണം അറിയാം. വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണെന്നൊക്കെ ഇവരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ആശംസ പറയണമെന്ന്. എന്തായാലും റിട്ടയർമെന്റ് കൊണ്ട് ഇത് എല്ലാം തീരുന്നില്ല. ഹൈമാൻ ഓർഗനൊക്കെ എഴുതിയത് 80 yearsലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും ഇഷ്ടംപോലെ സമയം കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ റിട്ടയർമെന്റ് ആകുമ്പോൾ നമുക്ക്
ഡോക്ടർ നെറ്റ് പോകാൻ തോന്നുന്നല്ലോ. ഇപ്പം പലയിടത്തും മഴയുള്ളതുകൊണ്ട് ഒരു പക്ഷേ അതായിരിക്കും പ്രോബ്ലം തോന്നുന്നു. ഔട്ടായിപ്പോയി. ആ, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറയുകയുണ്ടായി. 80-ാം വയസ്സിൽ ഓർഗനോൺ എഴുതുന്നുള്ളൂ. ആലോചിച്ച് നോക്കുക. മാഡത്തിന് ഞാൻ 80 അടുപ്പിച്ചാന്ന്, പക്ഷെ ഇപ്പോഴും ആ തലച്ചോറ് ഇങ്ങനെ ജ്വലിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. പ്രായം കൂടുന്തോറും ഈ കോഹിനൂർ രത്നം പോലെ നാൾക്ക് നാൾ നിറം വെക്കും. ഡോക്ടർ മനു വർഗീസ് അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ മനു അൺമ്യൂട്ട് ചെയ്യാമോ? ആ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാർ, ബിന്ദുമാരി മാഡം, മനോജ് ഡോക്ടർ, നമ്മുടെ എല്ലാം പഴയ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. ഭയങ്കര സന്തോഷം. ബിന്ദു മാഡത്തെ ഞാൻ അന്ന് ഞങ്ങളുടെ ഓർഗൻ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ ഒരു ടീമായിരുന്നു. ബിനുവും ബിന്ദു മാഡവും സൗദയും എല്ലാം നല്ലൊരു ടീമായിരുന്നു. നമ്മൾക്ക് സീനിയേഴ്സും ജൂനിയേഴ്സും, മനോജ് ഡോക്ടറൊക്കെ, ബൂതി ഡോക്ടർ, ശ്രീവിദ്യ ഡോക്ടർ, ഒരു നല്ലൊരു ടീമായിരുന്നു നമ്മുടേത്. പല കാര്യങ്ങളും നമ്മൾ ഇൻവോൾവ് ചെയ്തു. ബിന്ദു മാഡത്തിന്റെ മോള് ഹോമിയോ ഡോക്ടർ അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഞങ്ങളന്ന് ഒരു ബർത്ത്ഡേക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടിയതൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഓർക്കുന്നുണ്ട്. ഇപ്പം ഈ മാസം ഒത്തിരി റിട്ടയർമെന്റ് ഇതായിരുന്നു. മാഡം റിട്ടയർ ആയി എന്നുള്ളത് ഞാൻ ഇന്നലെയാണ് മനോജോട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അത് എനിവേ, റിട്ടയർമെന്റ് ഒരു അനിവാര്യമാണല്ലോ പല കാര്യങ്ങളും. അടുത്ത വർഷമൊക്കെ നമ്മളും റിട്ടയർ ആയി വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫീലിംഗ് എങ്ങനെ തോന്നുന്നു മാഡം? എന്തോ എങ്ങനെ തോന്നുന്നുണ്ട് മാഡത്തിന്? ഞാൻ ഇപ്പോഴും അതിന്റെ ഒരു റിയലായിട്ട് വന്നിട്ടില്ല. മാഡത്തിന്റെ പാട്ട് ഞാൻ ഓർക്കുന്നു. ഞാന് മനുവിനെ ഓർക്കാഞ്ഞതല്ല, ഞാന് ഓരോരുത്തരോടും പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് മനുവിന്റെ നമ്പർ മിസ്സായിപ്പോയി. ഞാൻ എന്നിട്ട് വേറൊരു മനുവിനെ വിളിച്ചു. വേറൊരു ഡോക്ടർ മനു ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി നമ്മുടെ മനു അല്ലാന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പിന്നെ അത് നിർത്തി. അപ്പൊ എനിക്ക് മനുവിന്റെ നമ്പർ ഇല്ലാതെ പോയി. ഞാൻ എപ്പോഴും നിങ്ങളെ എല്ലാം ഞാൻ എപ്പോഴും ഓർക്കുന്നവരാ. മനു, വിനു, സൗദ, പിന്നെ ശ്രീവിദ്യ, ബോധി, മനോജ്, പിന്നെ കുമാരി എസ് ബിന്ദു, ഇവരെ എല്ലാം ഞാൻ എപ്പോഴും നമ്മുടെ എന്ത് കാര്യം വന്നാലും ഞാൻ നിങ്ങളെ എല്ലാം ഓർക്കുന്നവരാ. ഇങ്ങനൊരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര കാര്യമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. മനു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ ഒരു നല്ല കുറെ പേഴ്സണാലിറ്റീസ് ആയിരുന്നു. നല്ല കുറെ പേഴ്സണാലിറ്റീസ്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് എന്നെ വിളിച്ചു. അപ്പം അങ്ങനെ അത് എത്ര കാലത്തിന് ശേഷമാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. മാഡത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു മാഡം. ഇതിന് വിളിച്ചതിന് മനോജ് ഡോക്ടറെ പ്രത്യേകം നന്ദി പറയുന്നു. ഒരു ഓട്ടത്തിലായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. തുടർന്ന് വിളിക്കാം. ഇങ്ങനൊരു അവസരം ഒരുക്കിയത്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് കൈപ്പേശി ഒരു വേദി ഒരുക്കുന്നതിന് വലിയ കാര്യം. ഞങ്ങൾക്ക് ഇങ്ങനെ പോയി കാണാനോ വരാനോ ഒന്നും പറ്റുന്നില്ലെങ്കിലും ഇങ്ങനൊരു വേദി ഉള്ളത് വലിയ കാര്യമാണ്. അപ്പോഴാണ് ഞാൻ ചില സമയത്തൊക്കെ ഇതിനെ അസൂയയോടെ നോക്കാറുണ്ട്. പലപ്പോഴൊക്കെ വരാൻ പറ്റൂലെങ്കിലും ഇങ്ങനത്തെ ഒരു വേദികൾ ചിലപ്പോൾ ഭയങ്കര ഒരു സന്തോഷവും അനിവാര്യവുമാണ്. നമുക്ക് യാത്രകളും ദൂരങ്ങളും സമയങ്ങളും ഒക്കെ പ്രശ്നങ്ങളായി വരുമ്പോൾ ഇത് വലിയൊരു അനിവാര്യതയാണ്. അതിന് വളരെ നന്ദി. മാഡത്തിന് ഒന്നുകൂടെ കാണാൻ കഴിഞ്ഞാലും സംസാരം പറ്റിയാലും വളരെ വളരെ നന്ദി. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ. മനു, എല്ലാവരും വളരെ ഈ പറഞ്ഞ ഇൻഡിവിജ്വലൈസേഷൻ എത്രത്തോളം ശക്തമാണെന്ന് ഉള്ള തെളിവാണ് ഡോക്ടർ മനു വർഗീസ്. വളരെ വ്യത്യസ്തമായ ഒരുപാട് സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തി കൂടിയാണ്. ഒരു പ്രകൃതി സ്നേഹിയാണ്, സഞ്ചാരിയാണ്, ഒരു പ്രത്യേക രീതിയാണ്, പ്രത്യേക റയർ സ്പീഷീസ് എന്ന് പറയുന്നത്. ഡോക്ടർ മനു പങ്കെടുത്തതിന് വളരെ നന്ദി. ഡോക്ടർ മനോജ് നാരായണൻ റെഡിയാണോ? മിക്കവാറും ഫോണും വെച്ചിട്ട് ഉറങ്ങാനാണ് സാധാരണ. കോളേജിൽ ഇൻസ്പെക്ഷൻ ആയിരുന്നു, വളരെ ക്ഷീണിച്ച് വന്നതാണ്. അപ്പോൾ അത് പക്ഷേ ഉറങ്ങി പോകണം മിക്കവാറും, അതിനാണ് സാധ്യത. ഒരു ക്ലാസ്മേറ്റിന്റെ പേരൂടെ കണ്ടായിരുന്നു, സോയ ഇപ്പൻ. ഡോക്ടർ സോയ. ഉണ്ട്. ഡോക്ടർ സോയ അൺമ്യൂട്ട് ചെയ്യാമോ? ഞാനും ബിന്ദുവിന്റെ ക്ലാസ്മേറ്റും ഹോസ്റ്റൽ മേറ്റും എല്ലാമാണ്. ഞങ്ങളുടെ ഒരു ലീഡർ തന്നെയായിരുന്നു ബിന്ദു. എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും സന്തോഷങ്ങൾക്കും ദോഷങ്ങൾക്കും എല്ലാത്തിനും മുന്നിൽ ബിന്ദു ഉണ്ടായിരുന്നു. അക്കാലം ഓർക്കുമ്പോൾ ഇപ്പം നമുക്ക് ചെറുപ്പം തന്നെ. 10-40 വർഷം അതിൻ്റെ കൂടെ പോയി എന്നുള്ളത് ഓർക്കുന്നില്ല. ബിന്ദുവിന് ഒരു നല്ല റിട്ടയർമെന്റ് ലൈഫ് ഞാൻ ആശംസിക്കുന്നു.
താങ്ക് യു. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വാദങ്ങളൊന്നും ഓർത്തിരിക്കില്ല. ബിന്ദു ഒരു പാട്ട് പാടണമെന്ന് ശൈലജ ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് പാടുന്നത് നന്നായിരിക്കുന്നു. ഞങ്ങളുടെ എന്നും എപ്പോഴും ഞങ്ങളെ റേഡിയോ ആയിരുന്നു ബിന്ദു. പഠിച്ച് പ്രയാസപ്പെടുമ്പോഴെല്ലാം ബിന്ദുവിനെ കൊണ്ട് ഞങ്ങൾ പാട്ട് പാടിക്കും, അല്ലെങ്കിൽ മിമിക്രി ചെയ്യിക്കും. അത് ബിന്ദു തന്നെ ചെയ്യുന്ന കേട്ടോ. ഓ, അപ്പൊ നമുക്കത് മിമിക്രിയിലേക്ക് പോയാലോ? ബിന്ദുമാൻ വേണ്ടത്തിന്റെ കാരണം മാഡത്തിന് ഒരു സ്റ്റുഡന്റ് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ പറഞ്ഞതാണ്. മാഡം പാട്ട് പാടാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഒരു പാട്ട് പാടും മാഡം. ആ. പാട്ടിപ്പോ പാടാനോ? പിന്നെന്ത്, തീർച്ചയായിട്ടും. മിമിക്രി ഒന്നും വേണ്ട, മിമിക്രി വേണ്ട, പാട്ട് മതി. അത് സാറ് ചെയ്തോളും. അവസാനം സാറിനെ ആയിരിക്കും ചിലപ്പോ മിമിക്രി ചെയ്യുന്നത്. ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട് കോനാടൻ സാറിന് ശബ്ദമൊക്കെ എടുത്ത്. അത് ശരി, ഓക്കെ മാഡം. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ, എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. അനുഭൂതി ധന്യമാം സാദ്വല ഭൂമിയിൽ നവനീത ചന്ദ്രിക പൊങ്ങി. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ, എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. ഒഴുകി വന്നെത്തുന്ന കാറ്റിന്റെ ചുണ്ടുകൾ മധുരം വിളമ്പുന്ന യാമം. ഒഴുകി വന്നെത്തുന്ന കാറ്റിന്റെ ചുണ്ടുകൾ മധുരം വിളമ്പുന്ന യാമം. ഒരു മുളം കാടിന്റെ രോമഹർഷങ്ങളിൽ പ്രണയം തുടിക്കുന്ന യാമം. പ്രണയം തുടിക്കുന്ന യാമം. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ, എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. കരചരണങ്ങളിൽ പരിരംഭണങ്ങളിൽ പാടെ മറന്നു ഞാൻ നിന്നു. കരചരണങ്ങളിൽ പരിരംഭണങ്ങളിൽ പാടെ മറന്നു ഞാൻ നിന്നു. അഴകാത നായിക ഗോപുരസീമകൾ ആശകൾ താനേ തുറന്നു. ആശകൾ താനേ തുറന്നു. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ, എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. അനുഭൂതി ധന്യമാം ശാദ്വല ഭൂമിയിൽ നവനീത ചന്ദ്രിക പൊങ്ങി. 35 വർഷത്തിന് മുമ്പുള്ള ശബ്ദം തന്നെ കേട്ടോ ബിന്ദുവിന് ഇപ്പോഴും. നമ്മളെ ഗാന ഗോകുലമായി പ്രഖ്യാപിക്കാം. വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ശൈല ഡോക്ടർ ഒന്ന് നോക്കിക്കോണം. ബിന്ദു എന്തെങ്കിലും താങ്ക് യു ഫോർ ദാറ്റ് സോങ്. ശിശിരം പാട്ട് പാടും കേട്ടോ. ഇന്ന് ബിന്ദുവിന്റെ ദിനമാണ്. ഇന്ന് ബിന്ദുവിന്റെ ദിനമാണ്. ബിന്ദുവിന്റെ ദിനമാണ്. ശിശുവ് ബിന്ദുവിന് വേണ്ടി ഒരു പാട്ട് പാടി കൊടുക്കണ്ടേ? സഹപാഠിക്ക് സ്നേഹപൂർവ്വം ഒരു പാട്ട് പാടുക സാറേ. അതെ, ചന്ദ്രകാന്തത്തിൽ അലിയും. അതാ സാറിന്റെ സുഹൃത്തുക്കൾ എന്താണ് ചന്ദ്രകാന്തത്തില്
അത് ചന്ദ്രികയിലരി. അത് നമ്മൾ അതെ യുഗ്മഗാനം. അത് നമ്മുടെ ഞങ്ങൾ പാടിയ യുഗ്മഗാനമാ കോളേജിൽ വെച്ച്. അതെ അപ്പൊ തനിയാവർത്തനം ആയിക്കോട്ടെ. ഓ അപ്പൊ ബിന്ദു രണ്ടുപേരും പാടണം സാറേ. അതിലൊരു രസം. ബിന്ദു ഉണ്ടോ? പാടിക്കോളൂ. എല്ലാരെയും ഒന്ന് ഉറക്കിക്കളയാം. പാടാനോ? അതെ അതെ, ഞാൻ ബിന്ദു തുടങ്ങിയാലേ എനിക്ക് പാടാൻ പറ്റുള്ളൂ. ആണോ? ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്നൻ ജീവരാഗം, നീലവാനിലലിയുന്നു രാഗമേഘം, നിൻമിഴിയിലലിയുന്നൻ ജീവരാഗം. ഓക്കെ, അത് മതി. വേർഡ്സ് ഇല്ലാതെ നമ്മൾ പിന്നെ പാടിയാൽ ശരിയാകത്തില്ല. അതെ അതെ അതെ. വേർഡ്സ് സോ പുറത്താകണം. ഇത് സോയയുടെ റിക്വസ്റ്റ് പ്രകാരം പാടിയതാണ്. അതെ അതെ അതെ. ഓക്കെ താങ്ക് യു. മാധവമോ നവഹേമന്തമോ പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഡോക്ടർ ഷാജി കുടിയാട്ടിലേക്ക് പോയിട്ട് ബിന്ദു മാഡത്തിന്റെ മറുപടിയിലേക്ക്. ഡോക്ടർ ഷാജി കുടിയാട്ട് ഡോക്ടറെ, അത് അർദ്ധരാത്രി കഴിഞ്ഞ് കാണും. ഡോക്ടർ ഷാജി കുടിയാട്ട് അൺമ്യൂട്ട് ചെയ്യാമോ? ക്ഷമിക്കുക, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ ഇന്ന് യാദൃശ്യമായിട്ടാണ് ഇപ്പൊ ഇത് കാണുന്നത്. വളരെ യാദൃശ്യമായിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞില്ലായിരുന്നു. ഞാനത് വളരെ ഖേദത്തോടെ പറയുന്നു. എന്നോടൊന്ന് പറയായിരുന്നു. ഏതായാലും ബിന്ദു മാഡം എനിക്ക് വളരെ ബന്ധപ്പെട്ടതും നമ്മൾ എന്ത് ആവശ്യത്തിന് കോളേജ് ചെന്നാലും ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ സ്നേഹിക്കുകയും ബഹുമാനത്തോടെ സ്വീകരിക്കുകയും അവസരങ്ങൾ തരുകയൊക്കെ ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ബിന്ദു മാഡത്തിന്റെ ഇങ്ങനെ ഒരു ഫംഗ്ഷന് ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പങ്കെടുക്കാൻ എനിക്കൊരു അവസരം തന്നതിലും യാദൃശ്യമായിട്ടാണെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെ നന്ദിയുണ്ട്. ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്യുന്നില്ല, കാരണം ഞാനിത് എൻ്റെ മൊബൈലിന്റെ ചാർജ് കിടക്കാൻ പോണിക്ക് മുമ്പ് യാദൃശ്യമായിട്ട് കുറഞ്ഞു പോയിപ്പോ ഒന്ന് ചാർജ് ചെയ്യാൻ വന്നപ്പോഴും ഞാൻ യാദൃശ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കണ്ട് ഉടനെ കയറിയത്. എൻ്റെ പേര് അവിടെ മെൻഷൻ ചെയ്തേക്കണം കണ്ട്. അപ്പോ ഏതായാലും ഒത്തിരി നന്ദിയുണ്ട് ബിന്ദു മാഡം വിരമിച്ചതെന്ന് ഇന്നിപ്പോ ഇങ്ങനെ അറിഞ്ഞു. അപ്പോ അത് ഒത്തിരി സ്നേഹത്തോടെ ബിന്ദു മാഡം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള IUPACന് നിലകൊള്ളുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സ്നേഹത്തോടെ ഓർക്കുന്നു, സ്മരിക്കുന്നു. ബിന്ദു മാഡം പ്രിൻസിപ്പളായിരുന്നപ്പോൾ നമുക്ക് ഒത്തിരി സൗകര്യങ്ങൾ അവിടെ നമ്മൾ IUPACന്റെ കാര്യത്തിൽ കോളേജിൽ ചെന്നപ്പോൾ കുട്ടികളുമായിട്ട് നമുക്ക് സംസാരിക്കുന്നതിന് അവസരം ഒരുക്കി തരികയും നമ്മുടെ പല പരിപാടികളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിനൊക്കെ ഒത്തിരി ആത്മാർത്ഥയോടെ സഹകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ബിന്ദു മാഡം. അപ്പോ തുടർന്നും ബിന്ദു മാഡത്തിന് ഇനി ഈ റിട്ടയറിന് ശേഷവും ഒത്തിരി കാര്യങ്ങളിൽ ഇനി ഇടപെട്ട് ഹോമിയോപ്പതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ ഈ നമ്മുടെ പരിപാടിയൊക്കെ മനോജ് ഡോക്ടറും ധനേഷ് ഡോക്ടറും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഈ പരിപാടികൾ നടത്തുന്നത്. ഇപ്പൊ ഞാൻ പലപ്പോഴും മലയാളം പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു കാര്യം, ഇവിടെ ഇപ്പോ ഈ അവിടെ 9:30 മുതൽ 10:30 എന്ന് പറയുന്നത് ഇവിടെ 12 മുതൽ 1 മണി വരെയാണ് വെളുപ്പിന്. സോ ഇറ്റ് ഈസ് ടു ലേറ്റ്. അപ്പൊ അതുകൊണ്ടാണ് എന്തെങ്കിലും വിശേഷാൽ പരിപാടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പങ്കെടുക്കാറ്. ഇന്നിപ്പോ ഏതായാലും വളരെ സന്തോഷം ഇങ്ങനെ മാഡത്തിന്റെ പരിപാടിയിൽ വന്ന് സംബന്ധിക്കുക. അതൊരു ദൈവനിയോഗമായിട്ട് കാണുന്നു. മാഡം നമുക്ക് ഒത്തിരി സഹായം തന്നിട്ടുള്ളതാണ്. അപ്പൊ തുടർന്നുള്ള ജീവിതത്തിൽ ഒത്തിരി ഭാവുകങ്ങൾ നേരുന്നു. ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്യുന്നില്ല. ഏതായാലും തുടർന്നും നമുക്ക് ചെയ്യണം. മാഡത്തിനെ പഠിപ്പിക്കുന്നതും പഠിച്ചിരിക്കുന്നതുമായ കുട്ടികളൊക്കെ നമ്മൾ ഈ പരിപാടികളൊക്കെ നടത്തുന്നതിൽ പങ്കെടുപ്പിക്കാനും ഇതുവഴി ഈ സമൂഹത്തിന് ഉണ്ടാകേണ്ട ഹോമിയോ സമൂഹത്തിന് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാകേണ്ട ഗുണങ്ങൾ അവരിൽ എത്തിക്കാൻ മാഡം ഇനിയുള്ള സമയത്തും ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മനോജ് ഡോക്ടറൊക്കെ ഈ ഹോമിയോ അല്ലാണ്ട് ഹോമിയോപ്പതിക്ക് മറ്റ് തലങ്ങളിൽ നിന്നൊക്കെ ഗുണം കിട്ടേണ്ട ഒത്തിരി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനോടൊക്കെ സഹകരിക്കുകയും പങ്കെടുക്കുകയും എല്ലാ സഹായവും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സഹകരണത്തിനും നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നന്ദി, നമസ്കാരം.
ഓക്കെ, നന്ദി ഡോക്ടറെ. അപ്പോ ഇനി ബിന്ദുകുമാരി മാഡത്തിന്റെ മറുപടിയാണ്. മാഡം അൺമ്യൂട്ട് ചെയ്യാമോ? ഹോമിയോപ്പതി രംഗത്തെ എല്ലാ പ്രശസ്തരും പ്രഗത്ഭരുമാണ് ഇന്ന് ഈ സൂം മീറ്റിങ്ങിന് പങ്കെടുത്തത്. ഏറ്റവും ആദ്യം ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട സേഠ് സാറിന് ഞാൻ ഈ മീറ്റിങ്ങിൽ വന്ന് 2 വാക്ക് സംസാരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. സാറിനെയൊക്കെ ഞാൻ ദൈവതുല്യനായിട്ട് കാണുന്നു. നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഡോക്ടർ സാമുവൽ ഹനിമാനെ നമ്മൾ അറിഞ്ഞു കേട്ട് പഠിച്ച് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും അദ്ദേഹത്തിന്റെ വർക്കുകളും അദ്ദേഹത്തിന്റെ റിസൾട്ടുകളും ഒക്കെ കണ്ടെങ്കിലും ഇത് പ്രത്യക്ഷത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭന്മാരിൽ പ്രഗത്ഭനാണ് സേഠ് സാറ്. അങ്ങനത്തെ പല പല മഹൽ വ്യക്തികളിൽ ഒരാളാണ് സാറ്. സാറിനെയൊക്കെ ഞാൻ അതുപോലെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് എൻ്റെ മീറ്റിങ്ങിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ഭാഗ്യം ചെയ്ത ഒരു ജന്മമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുപോലെ തന്നെ എൻ്റെ മറ്റ് സുഹൃത്തുക്കളെന്ന് പറയുന്നത്, ഞാൻ PGക്ക് പോയ സമയത്തെ മനോജ് ഡോക്ടറും ബോധു ഡോക്ടറും എൻ്റെ സീനിയർ ബാച്ചായിരുന്നു. ഞാൻ ഒരു ഫാക്കൽറ്റി ആയിട്ടാണ് അവിടെ PGക്ക് ചെല്ലുന്നത്. ചെല്ലുന്നു. പിന്നെ എനിക്ക് കുറേയധികം പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന സമയമാണ്. കാരണം എനിക്കന്ന് കുട്ടിയായില്ലായിരുന്നു. ആ സമയത്ത് ഞാനൊരു അപ്രതീക്ഷിതമായ ഒരു ഹസ്ബൻഡ് അടുക്കൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. കാരണം ഞാൻ കോളേജിൽ കയറി 7 വർഷം സർവീസ് കഴിഞ്ഞിട്ടാണ് PGക്ക് ഞാൻ ജോയിൻ ചെയ്തത്. ആ സമയത്ത് അവിടെ നമ്മൾ താമസിച്ച് സ്വന്തമായിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം. ഹസ്ബൻഡിനാണെങ്കിൽ എൻ്റെ ഹയർ എഡ്യൂക്കേഷനും എന്ത് മേളിലോട്ടുള്ള എന്ത് പ്രവർത്തനത്തിനും എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്ന് എനിക്ക് ഗൈഡ് ചെയ്ത ഒരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധത്തിനാണ് ഞങ്ങൾ പോയത്. പക്ഷെ എനിക്ക് അങ്ങനെ വീട് മാറി നിൽക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ അതിന്റെ തലേ ബാച്ചിന് ഫൈനൽ ഇയറിന്റെ എക്സാമിനർ ആയിരുന്നു ഞാൻ. ആ ബാച്ചിന്റെ കൂടെയാണ് ഞാൻ അവർ എൻട്രൻസ് എഴുതി വന്ന് ഞങ്ങൾ ഒരുമിച്ച് PG ചെയ്യുന്നത്. അപ്പം ആ കുട്ടികളെന്ന് പറഞ്ഞാലും അവിടുത്തെ അന്നത്തെ അധ്യാപകരും എൻ്റെ PG മേറ്റ്സും സീനിയേഴ്സും എല്ലാം ഞാൻ പലപ്പോഴും എൻ്റെ കോളേജിലെ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായ വിഷമം വരാതെ എന്നെ കാത്തുകൊണ്ട് പോയത് ഈ ആൾക്കാർ മാത്രമാണ്. ട്രിവാൻഡ്രം കോളേജിലെ ഈ ആൾക്കാരെ ഒന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം അതുപോലെ എനിക്ക് എന്നോട് സ്നേഹവും സഹകരണവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഓർഗനോൺ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ഒരു ഇതായിരുന്നു. കാരണം അന്ന് ബഹുമാനപ്പെട്ട മുരളി സാറായിരുന്നു അന്ന് HOD. അദ്ദേഹം, ഞാൻ ആദ്യം ചെന്നപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹം തന്ന വലിയ എന്താണ് ഒരു ഇതെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ സാറ് പറഞ്ഞു ഡിപ്പാർട്ട്മെന്റിലാണ് ബിന്ദുവിന് ചേർന്ന് പറഞ്ഞു. ഓർഗനോൺ ഡിപ്പാർട്ട്മെന്റിൽ, PG ഡിപ്പാർട്ട്മെന്റിലല്ല, ഓർഗനോൺ ഡിപ്പാർട്ട്മെന്റിൽ ബിന്ദു ഫാക്കൽറ്റി അല്ലേ, അതുകൊണ്ട് ബിന്ദു അവിടെ ആണെന്ന് പറഞ്ഞു. അതെനിക്കൊരു വലിയ ഓണറായിരുന്നു. ഞാൻ പക്ഷേ അവിടെ ടീച്ചേഴ്സ് ആണെങ്കിലും ചിലപ്പം എലിയാമ്മ മാഡം, ജോസ് ഐസക് സാറ്, പിന്നെ ഭാഗ്യലത മാഡം, ഇവരൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അവരൊക്കെ ഓരോ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണത്തില്ല. ഞാൻ എപ്പോഴും PG ഡിപ്പാർട്ട്മെന്റിലും എൻ്റെ ഈ സുഹൃത്തുക്കളോട്, എൻ്റെ സഹോദരങ്ങളെ പോലെ, ബോധി മനോജിനെ ഒന്നും എനിക്ക് ഒരു കാലത്ത് മറക്കാൻ പറ്റത്തില്ല. ബോധിയെ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം അങ്ങാണ്ടേ ഞാൻ ബോധിയെ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്നാലും അവരൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഭയങ്കര വില. അതുപോലെ തന്നെയാണ് മനുവിനും മിനുവിനും സൗദയും. ഞങ്ങൾ 4 പേരായിരുന്നു ഒരു ബാച്ച്. ഇപ്പോഴാണ് PGക്ക് സീറ്റൊക്കെ കൂട്ടിയതും കൂടുതൽ കുട്ടികൾ വന്നതും ഒക്കെ. മനു, മിനു, സൗദ, ഞങ്ങൾ 4 പേരുമായിരുന്നു. സൗദയും ഞാനും കൂടെ ഒക്കെ വളരെ അടുത്ത ബന്ധമായിരുന്നു. കാരണം വീട് തൊട്ടടുത്താണ് സൗദ താമസിക്കുന്നത്, ഞാനും അടുത്താണ് താമസിക്കുന്നത്. ഡോക്ടർ അൻസാരി ആണെങ്കിൽ സൗദയുടെ ഹസ്ബൻഡ്, അദ്ദേഹവുമായിട്ട് നമുക്ക് ഭയങ്കര അടുപ്പമായിരുന്നു. അങ്ങനെ മനോജ് ഡോക്ടർ കല്യാണം കഴിച്ചേക്കുന്നത് നമ്മുടെ ഒരു സ്റ്റുഡന്റിനെയാണ്. ബോധു ഡോക്ടർ ആണെങ്കിലും നമുക്ക് അവിടെ അറിയാവുന്ന ബീനയാണ്. ഇങ്ങനെയുള്ള എല്ലാവരും തമ്മിൽ നല്ല 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 റിലേഷൻസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് അങ്ങനൊരു മനപ്രയാസം എനിക്ക് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ PG സ്റ്റുഡൻസും അന്നത്തെ UG സ്റ്റുഡൻസും അന്നത്തെ അവിടുത്തെ ടീച്ചേഴ്സും, ഗവൺമെന്റ് കോളേജിലെ ടീച്ചേഴ്സൊക്കെ എന്നോട് എന്തൊരു നല്ല സഹകരണമായിരുന്നെന്ന് അറിയാമോ. ഞാനാണെ അവരെയൊക്കെ എൻ്റെ ടീച്ചേഴ്സിന്റെ അതാത് സമയത്ത് ഉള്ള ടീച്ചേഴ്സിനെ എല്ലാം ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ പോലെ തന്നെയാണ് കണ്ടിരുന്നത്. അവരോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം.
അതുകൊണ്ട് എനിക്ക് നല്ല നല്ല ഒരു 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 കാലഘട്ടമായിരുന്നു അത്. എൻ്റെ PG സമയത്ത് ദൈവം എനിക്കൊരു മോളെ തന്നു. ആ മോക്ക് 2.5 വയസ്സായപ്പോഴാണ് ഞാൻ അവളെയും കൊണ്ട് തിരിച്ച് കോട്ടയം കോളേജിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. അതിനു മുമ്പാണേലും ഞാൻ പഠിച്ച കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇന്നും എനിക്ക് എൻ്റെ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു പ്രത്യേക വികാരമാണ്. ഞാൻ പഠിച്ച കോളേജ്, ഞാൻ പഠിപ്പിച്ച കോളേജ്, ഞാൻ പ്രിൻസിപ്പലായിട്ടിരുന്ന കോളേജ്, ഈ 3 സ്റ്റേജിലും ഞാൻ ദൈവം എനിക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നു. അതെൻ്റെ ഒരു ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഹോമിയോപ്പതി സിസ്റ്റത്തിൽ ഞാൻ കുറച്ച് പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല നല്ല കുറേ റിസൾട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ടാണ് എൻ്റെ മകൾക്ക് മറ്റു സിസ്റ്റത്തിലോട്ടൊന്നും പോകാൻ ഒരു താല്പര്യമില്ല. അമ്മ എനിക്ക് ഹോമിയോപ്പതി മതി, അമ്മയ്ക്ക് ഇവിടെ കിട്ടുന്ന, അമ്മയ്ക്ക് സമൂഹത്തിൽ കിട്ടുന്ന, അല്ല അമ്മയ്ക്ക് നമ്മുടെ ഇടയിൽ കിട്ടുന്ന വില മതി എനിക്ക് എന്നുള്ള ഒരു ധാരണയിലാണ് അവളും. അവളുടെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് അതിനെ ഞാൻ ഹോമിയോപ്പതിക്ക് സെലക്ട് ചെയ്തതും. ഹസ്ബൻഡ് ആണെങ്കിലും കഴിവിന്റെ പരമാവധി അങ്ങനെ വളരെ, എനിക്ക് തോന്നുന്നു ഇത്രയും പ്രായത്തിനോടൊക്കെ വളരെ കുറച്ച് മെഡിസിൻസ് മാത്രമേ അദ്ദേഹം മറ്റു സിസ്റ്റത്തിൽ എടുത്തിട്ടുള്ളൂ. മറ്റേത് മൊത്തം ഹോമിയോപ്പതി മെഡിസിൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ബേസും പ്ലാറ്റ്ഫോമും ഒക്കെ ഉള്ളത് കൊണ്ട്, പിന്നെ നിങ്ങളുടെയൊക്കെ സഹകരണവും, പിന്നെ നമ്മുടെ കോളേജിലെ ആണെങ്കിലും സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്നാണെങ്കിലും, അപ്പൊ അങ്ങനെ കിട്ടിയ അനുഭവമാണല്ലോ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ആര്യ പറഞ്ഞു, ഞാൻ പ്രിൻസിപ്പലായിട്ട് കയറിയ സമയത്താണ് സാർ ഈ IFPHന്റെ ഗ്രൂപ്പ് എൻ്റെ കോളേജിൽ വരുന്നത്. അന്നാണ് ഈ ഷാജി സാറും ധനേഷ് സാറും പിന്നെ മനോജ് ഡോക്ടറും ഒക്കെ ഒരു ടീമായിട്ട് കോളേജിൽ വരുന്നതും ഈ സംഘടനയെക്കുറിച്ച് പറയുന്നതും എല്ലാം. ആ സമയത്ത് ഞാൻ അത് മാക്സിമം എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഒരു സംഘടന വേണം. നമ്മൾ ആ സംഘടനയെ കൂടെ ആണെങ്കിൽ മാത്രമേ നമ്മൾ വളരത്തുള്ളൂ. വളരെ വിലപ്പെട്ട ചില പിന്നെ ക്ലാസ്സുകളും ഗ്രൂപ്പ് വർക്കുകളും ഒക്കെ നടക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് ഇടപെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ പുസ്തകം മാത്രം പഠിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കുട്ടികളെ ഒത്തിരിയും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അന്ന് ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് ഞാൻ പറഞ്ഞാൽ, അന്നൊരു കോമ്പറ്റീഷൻസ് നടത്തി. അന്ന് IFPH തുടക്കത്തിൽ ഒരു കോമ്പറ്റീഷൻസ് നടത്തി. നമ്മുടെ കോളേജിലെ കുറെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കിട്ടി. ഈ സമ്മാനങ്ങൾ കൊടുക്കാനായിട്ട് നിങ്ങൾ അവിടെ വന്നു. അവിടെ വെച്ച് ഞാനൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോൾ ആ മീറ്റിങ്ങിനൊക്കെ കുറെ ഒപ്പോസിഷൻസ് ഉണ്ടായിരുന്നു. സാർ ഇപ്പൊ പറഞ്ഞ പോലെ പിന്നെ സാർ അതൊക്കെ ഇപ്പോഴും ഓർത്തല്ലോ എന്നോർത്തപ്പോ എനിക്കൊരു ഒരു 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 നാണക്കേടുണ്ട്. കാരണം അന്ന് ഞാൻ മീറ്റിംഗ് കൂട്ടിയപ്പോൾ കുറെ സാറുമാരവിടെ മാറി നിന്നിരുന്ന്, അത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഏത് സ്ഥാപനത്തിലും ഉണ്ടാവും. അപ്പം കുറെ ആൾക്കാർ അവിടെ നിന്ന് വലിയ കമന്റുകളൊക്കെ പറഞ്ഞെങ്കിലും അതിനൊന്നും ഞാനൊരു വില കൊടുത്തില്ല. കാരണം അതിനെല്ലാം ഉപരി നമുക്ക് വേണ്ടത് ഒരു കുറെ നല്ല കാര്യങ്ങൾ, ഈ ക്ലാസ്സുകൾ തന്നെ എന്തോ ഒരു മഹത്തരമായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഈ 2000 സിസ്റ്റം സൂം മീറ്റിങ്ങും എല്ലാ ദിവസവും കണ്ടിന്യൂസ് നടന്നു. ദൈവം മനോജ് ഡോക്ടർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. കാരണം അദ്ദേഹത്തിന്റെ ഒരു കോർഡിനേഷൻ, ധനേഷ് ഡോക്ടറുടെ ഒരു ഒരു സപ്പോർട്ട്, ഇതൊക്കെ എപ്പോഴും നമുക്കുണ്ട്. നമ്മുടെ സിസ്റ്റത്തിന്റെ ഏതാണ്ടൊരു നല്ല, അതായത് ഓർഗനോണിലെ എഡിഷന്റെ പ്രിഫൈസില് ഹനുമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ദൈവം എന്നെ അവതരിപ്പിച്ച് വിട്ടത് കുറെ സഫറിങ് ഹ്യൂമാനിറ്റീസിന് റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞ പോലെ ഹോമിയോപ്പതിയിലേക്ക് വലിയ വലിയ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ദൈവം തലതൊട്ട് അനുഗ്രഹിച്ച് വിട്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ഇവരൊക്കെ. പിന്നെ വലിയ വലിയ അതികായകന്മാരല്ലേ. മിനു കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ PG ചെയ്തതാണ് ഞാനെന്ന് പറയുന്നതിനകത്ത് എന്നും എനിക്ക് അഭിമാനമാണ്. കാരണം എപ്പോഴാണേലും ആരോടാണേലും ഞാൻ പറയും, വിനു ഞാനും കൂടെ ഒരുമിച്ചാണ് PG ചെയ്തത് എന്ന് പറയുന്ന ഒരു അഭിമാനമാണ്. കാരണം അത്രയ്ക്ക് പ്രഗത്ഭന്മാരാണ് അവരൊക്കെ. ഹോമിയോപ്പതിയുടെ നാളത്തെ വലിയ വലിയ താരങ്ങളാണ്. അപ്പം അവരുടെയൊക്കെ ഒരു സ്നേഹവും കരുതലും, ഞാൻ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഞാൻ വിനുവിനെ വിളിച്ച് പറയും. ഇപ്പൊ റിട്ടയർമെന്റിന്റെ കാര്യം പറഞ്ഞു, എല്ലാ കാര്യത്തിന്റെയും. മനുവിന്റെ നമ്പർ ഇല്ലാതെ പോയത് കൊണ്ടാ. സൗദയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്നാ എന്റെ അറിവ്. സൗദയുടെ മകന്റെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. കാരണം ഭയങ്കരമായ തിരക്കും. എന്നും ഇറങ്ങുമ്പം ഈവനിങ് ഫംഗ്ഷന് ഞാൻ വരണമെന്ന് വിചാരിച്ചതാ. അന്നേരം ഈ വൈകിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും. പിന്നെ ഞാൻ ഭയങ്കര ടയേർഡായി. ഈ സ്ട്രെസ് എല്ലാം കൊണ്ട് ഹെൽത്ത് വൈസ് എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞ്. ആ കുഞ്ഞുങ്ങൾ അവരൊക്കെ കൊച്ചു കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്താണ് അവിടെ PG ചെയ്തത്.
അപ്പൊ എനിക്കറിയാം അവന്മാരുടെ വളർച്ചയിലും അവന്മാരുടെ ഫോട്ടോ ഒക്കെ കണ്ടത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ പിന്നെ അതുപോലെ തന്നെ ശ്രീവിദ്യ ശ്രീവിദ്യയും പിന്നെ കഴിഞ്ഞ ദിവസം എന്നെ ജയമ വിളിച്ചിരുന്നു. ജയമ ആ ബാച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രേഖ ഈ കഴിഞ്ഞ ദിവസം രേഖ ഡോക്ടർ റിട്ടയർ ചെയ്തു എന്റെ ദിവസം തന്നെ. അപ്പം അങ്ങനെ എല്ലാവിധ ഒരു 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 നല്ല ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ കൂടാണ് ഞാൻ PG ചെയ്തതും. അങ്ങനെ വഴി എനിക്ക് ഒത്തിരിയും കോണ്ടാക്ട്സുകളും ഉണ്ടായി. പിന്നെ നമ്മളെ ദൈവാനുഗ്രഹിച്ച് നമ്മൾ ഈ പോസ്റ്റിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് കുറെ ആൾക്കാരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനും കുറെ ആൾക്കാരെ ഇതേ പറയുന്ന പോലെ ഇപ്പൊ ആര്യ പറഞ്ഞ പോലെ പല പ്രോഗ്രാമിനും എനിക്ക് ആര്യൊക്കെ സെലക്ട് ചെയ്ത് വിടാൻ സാധിച്ചു. അതിന്റെ നന്ദിയാണ് ആ കൊച്ചു പറയുന്നത്. കാരണം പല ഇതിനും ഞാൻ വിട്ടിട്ടുണ്ട്. എല്ലാം എന്നോട് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെയൊക്കെ പോയെങ്കിൽ എല്ലാ കുട്ടികളും എല്ലാ മീറ്റിങ്ങും പങ്കെടുത്തിട്ട് കാര്യമില്ല. അതിനകത്തൊക്കെ ഉൾക്കൊണ്ട് കുറച്ചും കൂടി മുന്നോട്ട് വരുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പം അവരെ അതുപോലെ നമ്മൾ വിട്ടെങ്കിലല്ലേ പറ്റൂ. അതിനൊക്കെ എനിക്ക് സാധിച്ചു. അതിനൊക്കെയുള്ള അനുഗ്രഹം അതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടായി. എനിവേ എന്തുവായാലും എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇത്രയും ആൾക്കാര് ശൈല ഡോക്ടറെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തും പിന്നെ പലപ്പോഴും മീറ്റിങ്ങിലും എല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ വേറൊരു ഡോക്ടറുടെ പേര് കണ്ടോ? ആ ഡോക്ടർ എന്നെ കുറിച്ച് സംസാരിച്ചു. ആ മാഡത്തിനെ ഞാൻ കേട്ടിട്ടുണ്ട്, രമാദേവി ഡോക്ടർ. അതെ, മാഡത്തിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. മാഡത്തിന് എന്നെ പേഴ്സണലി അറിയത്തില്ല എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് നിങ്ങളെ എല്ലാവരെയും അറിയാം. എന്തായാലും IFPH ഇങ്ങനൊരു ഒരു പ്ലാറ്റ്ഫോം എനിക്ക് എൻ്റെ ഒരു റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തന്നത് ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് ഞാൻ വിചാരിക്കുക. എല്ലാ ദൈവാനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹോമിയോപ്പതി അനുദിനം ഉയർച്ചയിലേക്ക് പോകട്ടെ. അതിന് എന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ശിശിറിനെയും സോയെയും ഞാൻ ഓർക്കുന്നവരെന്റെ ക്ലാസ്മേറ്റ്സ് ആണ്. അവരുടെ എപ്പോ കണ്ടാലും ഞങ്ങളുടെ തേർഡ് ബാച്ച് സ്റ്റുഡൻസിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് അവർ രണ്ടുപേരും ഇതിനകത്തുണ്ട്. അവർക്ക് എല്ലാ ഭാവുകങ്ങളും തരുന്നു. നമ്മുടെ കൂടെയുള്ള കുറെ ഡോക്ടർമാര് പറഞ്ഞാല് ലക്ഷ്മി ഡാർലിംഗ് റിട്ടയർ ചെയ്തു ഈ ദിവസം തന്നെ. അപ്പൊ അങ്ങനെ ഓരോരുത്തര് പോകുന്നു. അടുത്ത വർഷം ശ്രീകുമാരി ശ്രീലാല് ഒക്കെ പോകുന്നുണ്ട്, റിട്ടയർമെന്റ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഷാജിദ ഒക്കെ അടുത്ത വർഷം പോകുന്നുണ്ട്. അപ്പൊ എനിവേ സാറിനെ ഒന്നുകൂടെ കാണാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. ഒരു അപേക്ഷ ഉള്ളത്, റിട്ടയർമെന്റ് കഴിഞ്ഞല്ലേ ഇനി IFPHന്റെ നല്ലൊരു ഭാഗത്ത് വന്ന് വർക്ക് ചെയ്യണം. ഓ ശരി സാർ, ശരി ഇത് സാർ, റിക്വസ്റ്റാണേ. ശരി സാർ, ശരി സാർ. ഓക്കെ സാർ, ഓക്കെ. അപ്പോ വളരെ നന്ദി. നമുക്ക് ഈ പരിപാടിക്ക് അവസാനിപ്പിക്കാൻ സമയമാകുന്നു. നന്ദി പറയാനായിട്ട് മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുന്നു. മറിയാമ്മ ഡോക്ടറെ. നന്ദി മനോജ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. സർവീസിൽ നിന്ന് വിരമിച്ച ആതിരാശ്രമം NSS ഹോമിയോ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദുകുമാരി മാഡത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ച IFPH പ്രസിഡന്റ് ആദരണീയനായ ഡോക്ടർ ഇസ്മയിൽ സേട്ട് സാറിന് IFPHന്റെയും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഒരു ഗാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ കീഴടക്കുകയും പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുകയും ഞാൻ പഠിച്ച കോളേജ്, പഠിപ്പിച്ച കോളേജ്, പ്രിൻസിപ്പളായ കോളേജ് എന്ന ആതിരാശ്രമം NSS ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിനെ വിശേഷിപ്പിക്കുകയും പ്രിൻസിപ്പൽ ആയിരുന്നപ്പോൾ IFPHനോട് വളരെയധികം സഹകരിക്കുകയും വിദ്യാർത്ഥികളെ IFPHലേക്ക് നയിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുകയും ചെയ്ത ഡോക്ടർ ബിന്ദുകുമാരി മാഡത്തിന് IFPHന്റെയും പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും നന്ദി അറിയിക്കുന്നു. ഇതോടൊപ്പം ഈ കോളേജിൽ തന്നെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എന്നുള്ളത് കൂടി അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് ഈ മാഡത്തിന് ആശംസകൾ അർപ്പിച്ച് IFPHന്റെ പ്രതിനിധികളായ IFPH വൈസ് പ്രസിഡന്റ് ഷാജി വർഗീസ് കുടിയാട്ട് ഡോക്ടർക്കും IFPHന്റെ എല്ലാമെല്ലാമായ ധനേഷ് ഡോക്ടർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. സന്തോഷകരമായ പഴയ ഓർമ്മകൾ വളരെ സ്നേഹത്തോടെ പങ്കുവെച്ച സഹപാഠികളായ ശിശിർ ഡോക്ടർ, വിനുകൃഷ്ണൻ ഡോക്ടർ, മനു വർഗീസ് ഡോക്ടർ, ശ്രീവിദ്യ ഡോക്ടർ,
സൗദ അൻസാരി ഡോക്ടർ, സോയ ഈപ്പൻ ഡോക്ടർ എന്നിവർക്ക് 1000 നന്ദികൾ അറിയിക്കുകയാണ്. മാഡത്തിന്റെ ഒരു വിദ്യാർത്ഥിയായി ആശംസകൾ അർപ്പിച്ച കുമാരി ആര്യയ്ക്കും നന്ദി അറിയിക്കുന്നു. കൂടാതെ രമാദേവി അമ്പാടി അമ്മ ആശംസ അറിയിക്കാൻ ആരും ക്ഷണിക്കാതെ തന്നെ ഓടിയെത്തി. മാഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിക്ക് ഔപചാരികമായി സ്വാഗതം ആശംസിച്ച ഷൈല ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. മോഡറേറ്റർ മനോജ് ഡോക്ടർക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ ബിന്ദുകുമാരി മാഡത്തിന് സമാധാനവും സന്തോഷവും ആരോഗ്യകരവുമായ നല്ലൊരു ഭാവി ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. അപ്പോൾ മറ്റന്നാൾ ലോക പരിസ്ഥിതി ദിനം പ്രമാണിച്ച് പരിസ്ഥിതിയും ആരോഗ്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഡോക്ടർ ഷർമദ് ഖാൻ നടത്തുന്നുണ്ട്. 7-ാം തീയതി ഭക്ഷ്യ സുരക്ഷാ ദിനം, സുരക്ഷിതമായ ഭക്ഷണം എന്നതിനെക്കുറിച്ച്, ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്പെഷ്യൽ പ്രോഗ്രാമുകളുണ്ട്. എല്ലാവരും പങ്കെടുക്കാൻ അപേക്ഷിക്കുന്നു. നാളെ രാത്രി ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.